ഈ വേദപുസ്തകം മുഴുവൻ വായിക്കുമ്പോൾ ബൈബിളിലെ ദൈവം പലപ്പോഴും പറഞ്ഞൊരു വാക്കാണ്, സാരമില്ല, പരിഹാരമുണ്ട്. നിങ്ങൾ കുറ്റബോധത്തിലാണോ? ദൈവസന്നിധിയിലാ വരുന്നെങ്കിൽ ദൈവം പറയും, സാരമില്ല, പരിഹാരമുണ്ട്. എനിക്ക് തന്നെ പരിഹരിക്കാൻ പറ്റാത്ത വലിയൊരു പ്രശ്നം എനിക്കുണ്ട്. ദൈവം മനുഷ്യർ പറയും, ഇത് തീർന്നു, നിൻ്റെ അവസാനമാണ്, നീ എവിടെയെങ്കിലും നാട് വിട്ടുപൊക്കോ എന്നൊക്കെ പറയുമായിരിക്കാം. സ്വർഗത്തിലെ ദൈവം പറയും, സാരമില്ല, പരിഹാരമുണ്ട്. ഇതാ പ്രവാചകൻ പറഞ്ഞു ദൈവത്തിൻ്റെ വാക്ക്, പരിഹാരമുണ്ട്. എന്താ പരിഹാരം? അപ്പോഴാ പറഞ്ഞത് 3-ാമത്തെ വാക്യം. പ്രവാചകൻ പറഞ്ഞു, നീ ചെന്ന് അയൽക്കാരിൽ നിന്ന് ഒഴിഞ്ഞ പാത്രങ്ങൾ ധാരാളം ശേഖരിക്കുക. കുറച്ച് പാത്രങ്ങൾ ശേഖരിക്കുക. ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഒരു പരിഹാരമാണോ അത്? ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ കടക്കാരെ കൊണ്ട് ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് പ്രവാചകൻ പറയുന്നത്, കുറച്ച് പാത്രങ്ങൾ ശേഖരിച്ചുകൊണ്ട് കൊണ്ടുപോവാ. പ്രിയപ്പെട്ടവരെ, ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരമല്ല നിൻ്റെ പ്രശ്നത്തിന് പരിഹാരം. പ്രാർത്ഥനയിൽ ദൈവം തുറക്കുന്ന വഴികളാണ് ജീവിതത്തിൻ്റെ പരിഹാരവും ആശ്വാസവും വിടുതലുമായി മാറുന്നത്. ബുദ്ധി കൊണ്ട് എത്രയോ കാര്യങ്ങൾ ചിന്തിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ പോലും ചിന്തിക്കുന്നു, അങ്ങനെ പ്രാർത്ഥിച്ചാൽ ശരിയാകുമോ, ഇങ്ങനെ ചെയ്താൽ ശരിയാകുമോ? ദൈവം പറഞ്ഞ വഴികളിൽ ഉത്തരമുണ്ട്, പരിഹാരമുണ്ട്. ദൈവം തുറന്ന വഴികളിൽ അനുഗ്രഹമുണ്ട്. ദൈവം തുറക്കുന്ന വഴികളിൽ വിടുതലുണ്ട്. നോക്കൂ അടുത്ത വാക്യം, 4-ാമത്തെ വാക്യം. അവരതുപോലെ ചെയ്തു. പിന്നെയും പുത്രന്മാർ അകത്ത് ചെന്ന് പാത്രങ്ങളിൽ എണ്ണ പകർന്നു. ഒരു പാത്രം എണ്ണയുള്ളൂ. കുറേ പാത്രം കൊണ്ടുവന്ന് അതിലേക്ക് എണ്ണ അങ്ങോട്ട് ഒഴിച്ചു. ഇത് വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. അതായത് പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീ വേണേ ചിന്തിക്കാൻ പാടില്ലേ, പിന്നെ എൻ്റെ സാമ്പത്തിക പ്രശ്നമെല്ലാം ഒരു പാത്രത്തിലിരിക്കുന്ന എണ്ണ ഇപ്പുറത്തിരിക്കുന്ന ഒരു കാലിയായ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചാൽ എങ്ങനെ അത് പരിഹാരമാവും? ഏത് ബുദ്ധിയുള്ള ആൾക്കാരും പറയും, നിങ്ങൾക്ക് വേറെ എന്തേലും ചെയ്തുകൂടെ? ആ കടയിൽ കൊണ്ടുപോയി കൊടുത്താൽ 10 രൂപ കിട്ടും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ചുകൊണ്ടിരിക്കരുത്. പ്രിയപ്പെട്ടവരെ, ലോകം പലതും പറയും, പക്ഷെ ദൈവം നിങ്ങളോട് പറയുന്നത്, വിശ്വാസത്തിൽ ഏറ്റെടുത്താൽ ഒരു പാത്രത്തിൽ നിന്ന് എണ്ണയെടുത്ത് ഇപ്പുറത്തെ പാത്രത്തിലേക്ക് ഒഴിച്ചാൽ വല്ലതും നടക്കുമോ എന്ന് ചിന്തിച്ചാൽ ഒന്നും നടക്കത്തില്ല, ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ. എന്നാൽ വിശ്വാസത്തിൽ അവർ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. അവർ എത്ര പാത്രങ്ങൾ നിരത്തി വച്ചോ അതെല്ലാം നിറഞ്ഞ് വീണ്ടും പാത്രങ്ങളില്ലാത്ത വിധം അത്രയധികമായി. ഉടനെ ആ വീട്ടിൽ നിന്ന് ഒരാൾ ചെന്ന് പറഞ്ഞു, പ്രവാചക, ഞങ്ങൾ നീ പറഞ്ഞതനുസരിച്ച് ചെയ്തു. ഇപ്പോൾ വീട്ടിലെ മുഴുവൻ പാത്രത്തിലും ധാരാളം എണ്ണയാണ്. അത് വിറ്റ് കടം വീട്ടാൻ പറഞ്ഞു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഒരു പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് എണ്ണ പകരുക എന്നൊരു കുഞ്ഞു കാര്യം പറഞ്ഞപ്പോൾ ആ സ്ത്രീ വിശ്വാസത്തിൽ അത് ഏറ്റെടുത്തിട്ട് ആ വീട്ടിൽ ചെന്ന് കതകടച്ച് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു.